എപ്പോഴാണ് ക്രിസ്തുവിന് തന്റെ ദൈവികതയെക്കുറിച്ച് അവബോധം ലഭിക്കുക? സ്നാനത്തിന്റെ സമയത്താണ് നമുക്കറിയാം. യോഹന്നാൻ പറയുന്നു, ആരാണ് നീ എന്ന് എനിക്കറിയാം, നീയാണ് എനിക്ക് സ്നാനം തരേണ്ടത്, നീ എന്തിനാണ് എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്? എന്നിട്ടും ക്രിസ്തു പറയുന്ന ഇങ്ങനെയാണ്, ഇപ്പോൾ എഴുതപ്പെട്ടതുപോലെയൊക്കെ സംഭവിക്കട്ടെ. പിന്നെ പുഴയിൽ നിന്ന് ഒരിറ്റു ജലം ക്രിസ്തുവിന്റെ ശിരസിലേക്ക് ഒഴിക്കുമ്പോൾ ആകാശം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ. മനുഷ്യനായ ക്രൈസ്റ്റ് ദൈവത്വത്തിന്റെ പൂർണ്ണിമയിലേക്ക്, ദൈവത്തിന്റെ കോൺഷ്യസ്നസിലേക്ക്, ദൈവത്തിന്റെ അവബോധങ്ങളിലേക്ക് ഉണരുന്നത് ഇങ്ങനെയാണ്. ഏതൊക്കെയോ തിരിച്ചറിവിന്റെ പുഴയിൽ നമ്മുടെ അഹബോധങ്ങൾ നമ്മൾ സ്നാനം ചെയ്യേണ്ടിയിരിക്കുന്നു. എല്ലാം ഉടയുന്ന കുമിളകളാണെന്ന് കൂടി അറിഞ്ഞുകൊള്ളുക. പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു ചോദിക്കുന്നത് പോലെ, ദാനമായിട്ട് ലഭിച്ചതല്ലാതെ കൈവശം എന്തുണ്ട്? എല്ലാം ദാനമായിട്ടും ഒന്നും ദാനമല്ല എന്ന മട്ടിൽ നീ വ്യാപരിക്കുന്നത് എന്തിന്? ബൈബിളില് ക്രിസ്തു മനുഷ്യന്റെ അഹബോധങ്ങളെ വല്ലാതെ പരിഹസിക്കുന്നുണ്ട്. പാരമ്പര്യങ്ങളെക്കുറിച്ച് അഹബോധം കൊണ്ട് നടക്കുന്നവരോട് ക്രിസ്തു പറയുന്നുണ്ട്, നോക്കുക, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാത്തിന് മക്കളെ ഉണ്ടാക്കാനായിട്ട് എനിക്കാവും. എന്നൊരു വിശുദ്ധിയെക്കുറിച്ചുള്ള അഹബോധങ്ങളെക്കുറിച്ച് പോലും ക്രിസ്തു പരിഹസിക്കുന്നുണ്ട്. ക്രിസ്തു ഇങ്ങനെയാണ് പറയുന്നത്, അവസാന കാലത്ത് നിങ്ങൾ വന്നിട്ട് എന്റെ അടുക്കൽ വന്നിട്ട് പറയും, നിന്റെ നാമത്തിൽ ഞാൻ പ്രഘോഷിച്ചിട്ടുണ്ട്, നിന്റെ നാമത്തിൽ ഞാൻ രോഗശാന്തികൾ നൽകിയിട്ടുണ്ട്, നിന്റെ നാമത്തിൽ ഞാൻ ആയിരങ്ങളെ സ്നാനം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഐ ജസ്റ്റ് ഡു നോട്ട് നോ. ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ബൈബിൾ നൽകുന്ന വലിയൊരു ഭീതിയാണിത്. ജീവിതകാലം മുഴുവൻ സ്വന്തം വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ ഏതൊക്കെയോ തെറ്റിദ്ധാരണയുമായിട്ട് നടക്കുമ്പോൾ ഇവൻ പറയുന്നു, ഞാൻ നിന്നെ അറിയുന്നില്ല. അധികാരത്തെക്കുറിച്ചാണോ നിങ്ങളുടെ അഹബോധങ്ങൾ? അധികാരത്തിൽ ശിക്ഷ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഉറക്കം കെടാറുണ്ടോ? ക്രിസ്തു അധികാരം കൊടുത്തത് പീറ്ററിനായിരുന്നു. എന്നിട്ട് ആ പീറ്ററിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, പീറ്റർ, ഇന്ന് നീ നിനക്കിഷ്ടമുള്ളിടത്തേക്ക് നിന്റെ കൂടെയുള്ളവരെ നയിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാലം വരുന്നു, മറ്റുള്ളവർ നിനക്ക് വേണ്ടി അരമുറുക്കുകയും നിനക്കിഷ്ടമില്ലാത്തടത്തേക്ക് അവർ നിന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന കാലം വരുന്നു. മറ്റുള്ളവർ നിനക്ക് വേണ്ടി അരമുറുക്കുകയും നിനക്കിഷ്ടമില്ലാത്തിടങ്ങളിലേക്ക് നീ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന കാലം വരുന്നു. കർത്താവിന് വഴിയൊരുക്കുക, കുന്നുകള് നിരപ്പാക്കുക. ജീവിതത്തിലെ ഏറ്റവും ചെറിയൊരു അനുഭവം പോലും, പ്രാർത്ഥിക്കാനുള്ള കഴിവ് പോലും, സ്നേഹിക്കാനുള്ള കഴിവ് പോലും, വിരുന്നുകളിൽ ഏർപ്പെടാനുള്ള കഴിവ് പോലും, നിസ്സാരമായൊരു ചലനം പോലും ഇവന്റെ ദാനമാണെന്നറിയുക. എന്റെ ജീവൻ നിന്റെ ഭിക്ഷയാണ്. ഈ അറിവോടുകൂടി അവന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയുമ്പോൾ, ഏതൊക്കെയോ തിരിച്ചറിവിന്റെ ജോർദാനില് സ്നാനം നേടാൻ കഴിയുമ്പോൾ, അഹബോധമെന്ന് പറയുന്നത് ഊതി വീർപ്പിച്ച കുമിളയാണ് തിരിച്ചറിയാൻ കഴിയുമ്പോൾ, തീർച്ചയായിട്ടും കർത്താവിനുള്ള വഴിയിൽ നമ്മുടെ ഏറ്റവും വലിയ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു. കർത്താവിന് വഴിയൊരുക്കാനായിട്ട് കുന്നുകളെ നിരപ്പാക്കുക. ചെമ്പയെക്കുറിച്ച് നമുക്കറിയാം. കർണാടക സംഗീതത്തിലെ ഏറ്റവും വലിയ ഗുരുവായിരുന്നു ഈ മനുഷ്യൻ. ഒരു ദിവസം രാവിലെ ചെമ്പെ തന്റെ സംഗീത സാധന ആരംഭിക്കുകയാണ്. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ഇതോടുകൂടി മനുഷ്യൻ തകർന്നു പോയി. വെറുതെ നടക്കുന്നവന് പോലും ശബ്ദം കൈമോശം വരിക എന്ന് പറയുന്നത് വല്ലാത്തൊരു ദുരന്തമാണ്. ഗായകന് ശബ്ദം നഷ്ടമാകുക എന്ന് പറയുന്നത് വിശേഷിപ്പിക്കാനാവാത്ത ഒരു ദുരന്തമാണ്. ചെമ്പയെ കാണാനായിട്ട് ഒരു ദിവസം ഒരു യാചകനെത്തുന്നു. ഒരു ചെമ്പയോട് പറഞ്ഞു, ചെമ്പേ, അങ്ങയ്ക്ക് ഈ സംഗീതം നൽകിയത് ദൈവമായിരുന്നു. അതേ ദൈവം തന്നെ ഒരുപക്ഷെ ഈ സംഗീതം തിരിച്ചെടുത്തതായിരിക്കാം. അങ്ങ് പ്രാർത്ഥിക്കുക, ഒരുപക്ഷെ ഇതിനേക്കാൾ സുവർണമധുരമായ ശബ്ദം അങ്ങേക്ക് ലഭിച്ചേക്കാം. എവിടേക്ക് ഈ യാചകൻ പോലും ചെമ്പയ്ക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ചെമ്പയ്ക്ക് വല്ലാത്തൊരു വെളിപാടായിരുന്നു. അങ്ങേക്ക് ഈ ശബ്ദം നൽകിയത് ദൈവത്തിന്റെ ദാനമായിരുന്നു. ദാനം നൽകിയവൻ അത് തിരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങ് പ്രാർത്ഥിക്കുക, കുറെ കൂടി സുവർണമധുരമായ ശബ്ദം അങ്ങേക്ക് ലഭിച്ചേക്കാം. പിന്നീട് ചെമ്പെ ഒരു ക്ഷേത്രത്തിൽ പോയി ഭജനയിരിക്കുന്നു. ഗുരുവായൂരാണത്. അവിടെ വെച്ച് ഈ മനുഷ്യന്റെ ശബ്ദം തിരികെ ലഭിക്കുന്നു, കൂടുതൽ സുവർണമധുരമായിട്ട്. പിന്നീട് ചെമ്പെ ഭഗവത്ഗീതങ്ങളല്ലാതെ മറ്റൊന്നും പാടിയിട്ടില്ല. ദാനമായിട്ട് ലഭിച്ചതല്ലാതെ കൈവശം എന്തുണ്ട്? പൗലോസ് അപ്പോസ്തലന്റെ ദൈവാനുഭവത്തെക്കുറിച്ച് കൂടി ചിന്തിക്കുക. സാവുൾ എന്ന് പറയുന്ന ഈ മനുഷ്യൻ അശ്വത്തിലേറി ദൂരെ എവിടേക്കോ പോവുകയായിരുന്നു, ക്രൈസ്തവതയ്ക്ക് കയ്യാമം വെക്കുവാനായിട്ട്. ഈ അശ്വത്തിൽ നിന്ന് ഈ മനുഷ്യൻ താഴേക്ക് വലിച്ചെറിയപ്പെടുന്നു. താഴേക്ക് വലിച്ചെറിയപ്പെടുന്ന സാവൂള് അന്ധനാക്കപ്പെടുന്നു. അന്ധനാക്കപ്പെട്ട സാവൂള് കാഴ്ചയുടെ കാലത്ത് കാണാതെ പോയ ദൈവത്തെ കാഴ്ചയില്ലാത്ത കാലത്ത് കണ്ടുമുട്ടുന്നു. കാഴ്ചയുടെ കാലത്ത് കാണാതെ പോയ ദൈവത്തെ കാഴ്ചയില്ലാത്ത കാലത്ത് കണ്ടുമുട്ടുന്നു. ഒരുപക്ഷെ ജീവിതത്തിലെ ഏതൊക്കെയോ അഹബോധങ്ങളിലെ കുമിള അവൻ ഉടച്ചു കളയുന്നത് കൂടുതൽ മനോഹരമായ ദൈവദർശനത്തിന് വേണ്ടിയായിരിക്കാം. നമുക്ക് ഉള്ളില്
കർത്താവിലേക്കുള്ള വഴി എന്തെന്ന് വിലപിക്കുന്ന നമ്മൾ വെറുതെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥനാപൂർവ്വം കണ്ണുകളടച്ചിട്ട് ചിന്തിക്കുക, ഞാൻ കൊണ്ട് നടക്കുന്ന അഹബോധങ്ങൾ എന്തൊക്കെയാണ്. എന്നിട്ട് അവന്റെ മുമ്പിൽ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഒരറിവിന്റെ പുഴയിൽ, ജോർദാൻ പുഴയിൽ നമ്മുടെ അകന്തകളെ സ്നാനം ചെയ്തെടുക്കുക. എല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന അറിവോടുകൂടി പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഒരുമിച്ച് പാടാം. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജിപ്സികള് എന്നൊരു ഗോത്രത്തെക്കുറിച്ച് നമുക്കറിയാം. ജീവിതകാലം മുഴുവൻ അലഞ്ഞു നടക്കുന്ന ഒരു ഗോത്രമാണ് ജിപ്സികൾ. എന്നിട്ടും ഇവർക്കൊരിക്കലും നൃത്തം നഷ്ടമാകുന്നില്ല, സംഗീതം നഷ്ടമാകുന്നില്ല, മുഖത്ത് നിന്ന് പുഞ്ചിരികളും നഷ്ടമാകുന്നില്ല. ഒന്നുമില്ലാഞ്ഞിട്ടും എന്നും ആനന്ദിക്കുന്ന ഒരു ഗോത്രമാണ് ജിപ്സികൾ. ഇവർക്കിടയിൽ ഒരു ആചാരമുണ്ട്. ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ അമ്മ ഈ കുഞ്ഞിനെ ഈറ്റില്ലത്തിൽ നിന്ന് തന്നെ വാരിയെടുത്തുകൊണ്ടുപോയി അടുത്തുള്ള ഏതെങ്കിലും ദേവാലയത്തിന്റെ പടവുകൾ കൊണ്ടുപോയി കിടത്തും. ആ കുഞ്ഞ് ഏതാണ്ട് ഒരാഴ്ചയോളം ആ പടവുകൾ കിടക്കും. കുറെ കൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അമ്മ വന്നിട്ട് ഈ പാവം ഗോത്രവനിതയെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ അപമാനിച്ചേക്കാം. കടുത്ത വെയിലാണ്, വെയിലേറ്റ് നിന്റെ കുഞ്ഞ് കറുത്തു പോകില്ലേ? വല്ലാത്ത മഞ്ഞാണ്, മഞ്ഞിൽ നിന്റെ കുഞ്ഞ് തണുത്തുറഞ്ഞു പോവുകയില്ലേ? താഴെ കാടാണ്, കാട്ടിൽ നിന്ന് ഏതൊക്കെയോ വന്യമൃഗങ്ങൾ വന്നിട്ട് നിന്റെ കുഞ്ഞിന്റെ ജീവനെ ഹനിക്കുകയില്ലേ എന്നൊക്കെ പറയുമ്പോൾ തനിക്ക് മാത്രം നൽകാവുന്ന താത്വികമായൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് ഈ പാവം നാടോടി സ്ത്രീ ഇങ്ങനെ പറയും, നിനക്കറിയാമോ, ഈ കുഞ്ഞ് എന്റേതല്ല, ഈ കുഞ്ഞ് ഈശ്വരന്റേതാണ്. അവന്റെ പടവുകളിലാണ് ഞാൻ ആ കുഞ്ഞിനെ സമർപ്പിച്ചിരിക്കുന്നത്. വെയിലേറ്റ് എന്റെ കുഞ്ഞ് കറുത്തു പോവുകയില്ല, തണുപ്പത്ത് എന്റെ കുഞ്ഞ് ഉറഞ്ഞു പോവുകയില്ല, ഒരു വന്യമൃഗങ്ങളും ഇവന്റെ ജീവനെ ഹനിക്കുകയില്ല. ഇത് വല്ലാത്തൊരു തരം സ്വാതന്ത്ര്യബോധമാണ്. ഇതെന്റേതല്ല എന്നുള്ള അറിവ്, നൽകിയവന്റെ മുമ്പിലാണ് സമർപ്പിക്കുന്നുള്ള അറിവ്. ഇതാണ് ജീവിതത്തിന് ആനന്ദം നൽകുക, ആഹ്ലാദം നൽകുക, കുറെ കൂടി ജീവിതത്തെ മനോഹരമായിട്ട് വീക്ഷിക്കാനായിട്ട് പഠിപ്പിക്കുക. ഒരമ്മ ഒരു വൈദികന്റെ അടുക്കൽ വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, എന്റെ കുഞ്ഞിന് കടുത്ത പനിയാണ്, കടുത്ത ന്യൂമോണിയാണ്, എത്ര പ്രാർത്ഥിച്ചിട്ടും ഈ പനി കുറയുന്നില്ല. പെട്ടെന്ന് ഏതോ ഒരു ഉൾവിളിയിൽ ഈ വൈദികൻ ഈ സ്ത്രീയോട് ചോദിച്ചു, നീ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക? ഇവള് പറഞ്ഞു, എന്റെ കുഞ്ഞിനെ സൗഖ്യം നൽകണമേ. പെട്ടെന്ന് ഈ മനുഷ്യൻ പറഞ്ഞു, നിന്റെ കുഞ്ഞാണെന്ന് ആര് പറഞ്ഞു? ഇതുവളുടെ ഉള്ളില് വല്ലാത്തൊരു വെള്ളിവെളിച്ചമായിട്ട് മാറി. എന്റെ കുഞ്ഞാണെന്ന് ആര് പറഞ്ഞു? പിന്നീട് അവളിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, നമ്മുടെ കുഞ്ഞിന് സൗഖ്യം നൽകണമേ. ഇത് മനുഷ്യനെത്തുന്ന ചില തിരിച്ചറിവിന്റെ തീരങ്ങളാണ്. ഞാൻ കൊണ്ടു നടക്കുന്നത്, എന്റേതെന്ന് വിശ്വസിക്കുന്നത്, എന്റെ സ്വന്തമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നത് പലതും എന്റേതല്ല എന്നുള്ള അറിവ്. മനുഷ്യന്റെ അഹന്തകള് ഊതിവീർപ്പിച്ച കുമ്പളകളാണ്, എപ്പോൾ വേണമെങ്കിലും ഉടഞ്ഞു പോയേക്കാം. വടക്കേ ഇന്ത്യയിൽ ഒരു ക്ഷേത്രത്തിന് പുറത്തായിട്ട് വെച്ചിരിക്കുന്ന ബോർഡ് ഇങ്ങനെയാണ്, ചെരുപ്പുകളും അഹന്തകളും ഉപേക്ഷിച്ചതിന് ശേഷം മാത്രം അകത്തേക്ക് വരിക. ചെരുപ്പുകളും അഹന്തകളും ഉപേക്ഷിച്ചതിന് ശേഷം മാത്രം അകത്തേക്ക് വരിക. ചെരുപ്പ് ഉപേക്ഷിക്കാവുന്നതാണ്, പക്ഷേ അഹന്തകൾ ഉപേക്ഷിക്കാനുള്ള കൃപയുണ്ടാവട്ടെ. ചെരുപ്പുകളും അഹന്തകളും ഉപേക്ഷിച്ചിട്ട് മാത്രം അവന്റെ അരികിലേക്ക് വരിക. കുന്നുകള് നിരപ്പാക്കുക. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആശിക്കുന്നുണ്ടെങ്കിൽ അവൻ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്നെ പിഞ്ചലട്ടെ. രണ്ടാമതായിട്ട് താഴ്വരകൾ ഉയർത്തുക. എന്താണ് ഈ താഴ്വര? കാൽപ്പനിക സാഹിത്യത്തില് താഴ്വര എന്ന് പറയുന്നത് മനോഹരമായ അനുഭവമാണ്. മഞ്ഞണിഞ്ഞ താഴ്വര എന്നൊക്കെ പറയുന്നത് മനസ്സിനെ കുളിർപ്പിക്കുന്ന ഒരു ഇമേജാണ്, ഒരു പ്രതീകമാണ്. പക്ഷേ ബൈബിളില് താഴ്വര എന്ന് പറയുന്നത് തെറ്റ് ചെയ്തവന്റെ അവസ്ഥയാണ്. ഇരുളു വീണ താഴ്വര എന്ന് പറഞ്ഞാലും മരണത്തിന് താഴ്വര എന്നൊക്കെ പറഞ്ഞാലും തെറ്റ് ചെയ്തവനെത്തി നിൽക്കുന്ന ഒരു പ്രത്യേക മാനസിക അവസ്ഥയാണ് താഴ്വരയായിട്ട് ബൈബിൾ ഭാഷ്യത്തിൽ വിവക്ഷിക്കപ്പെടുക. താഴ്വരകളെ ഉയർത്തുക.
ബൈബിൾ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്. ഏറ്റവും ആദ്യത്തെ ചോദ്യം, ആദം നീ എവിടെയാണ്? ആദം നീ എവിടെയാണ്? അന്നോട്ട് ഇന്നോളം ഭൂമിയിൽ നിരന്തരമായിട്ട് പ്രതിധ്വനിക്കപ്പെടുന്ന ചോദ്യമാണിത്. ആദം നീ എവിടെയാണ്? നീ എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം. എന്റെ സ്വപ്നങ്ങളും നിന്റെ കർമ്മങ്ങളും തമ്മിൽ എന്തേ പൊരുത്തപ്പെടാതെ പോകുന്നു? എന്തേ ടാലി ചെയ്യാതെ പോകുന്നു? ആദം നീ എവിടെയാണ്? ഉള്ളിന്റെ ഉള്ളില് ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നവരൊക്കെ വല്ലാതെ വിറങ്ങലിച്ചു പോകുന്ന, വല്ലാതെ ഷഡർ ചെയ്യപ്പെടുന്ന ഒരു ചോദ്യമാണിത്. നീ എവിടെയാണ്? ആദം പറയുന്നു, ഞാൻ നഗ്നനായിരിക്കുന്നത് കൊണ്ട് ഞാൻ ഒളിച്ചു നിൽക്കുകയാണ്. എന്താണ് നഗ്നം എന്ന് പറയുക? വസ്ത്രം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയല്ല നഗ്നം എന്ന് പറയുക. ദാവീദ് നഗ്നനായിട്ട് വാഗ്ദപീഠത്തിന് മുമ്പിൽ നൃത്തം ചവിട്ടതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അവന്റെ ഭാര്യ അതിന്റെ പേരിൽ അവനോട് കലഹിക്കുമ്പോൾ അവൻ പറയുന്ന ഇങ്ങനെയാണ്, എന്റെ ദൈവത്തിന് മുമ്പിലാണ് ഞാൻ നഗ്നനായി നൃത്തം ചവിട്ടുക, എനിക്ക് ലജ്ജ അനുഭവപ്പെടുന്നില്ല. ക്രിസ്തു കൊല്ലപ്പെടുന്ന നഗ്നനായിട്ടാണ് നമ്മൾ ബൈബിൾ വായിച്ചു കേൾക്കുന്നുണ്ട്. എന്നിട്ടും അവന്റെ ശില്പങ്ങൾക്ക് മുമ്പിൽ, അവന്റെ ക്രൂശ് രൂപത്തിന് മുമ്പിൽ നമുക്കൊരിക്കലും ലജ്ജ അനുഭവപ്പെടുന്നില്ലല്ലോ. എപ്പോഴാണ് മനുഷ്യർ നഗ്നരാവുക? ശരീരം ഏറ്റവും നിമിഷങ്ങളിലാണല്ലോ മനുഷ്യർ ദമ്പതികൾ നഗ്നരാവുക. അവർക്ക് ലജ്ജ അനുഭവപ്പെടുന്നില്ലല്ലോ. അപ്പോൾ നഗ്നം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്നെ ഏൽപ്പിച്ച വിശ്വസ്തയുടെ അങ്കി എനിക്ക് കൈമോശം വന്നു. എന്നെ ഏൽപ്പിച്ച വിശുദ്ധിയുടെ അങ്കി എനിക്ക് കൈമോശം വന്നു. എന്നെ ഏൽപ്പിച്ച ഉടമ്പടിയുടെ അങ്കി എനിക്ക് കൈമോശം വന്നു. ആദം നീ എവിടെയാണ്? നീ ഏത് താഴ്വരയിലാണ് എത്തിയിരിക്കുക? ആത്മീയതയിൽ ഏറ്റവും വലിയ കൃപയെന്ന് പറയുന്നത് ദൈവത്തെ കണ്ണോട് കണ്ണ് നോക്കി നിൽക്കാനുള്ള കൃപയാണ്. ആർക്കാണ് ദൈവത്തെ കണ്ണോട് കണ്ണ് നോക്കി നിൽക്കാനാവുക? എന്റെ ഉള്ളിൽ നിനക്കും എനിക്കുമെതിരായിട്ട് ഒരു ഫൈബർ പോലും ഞാൻ സൂക്ഷിക്കുന്നില്ല എന്ന അറിവ് ലഭിച്ചുകൊണ്ട് മാത്രമേ ദൈവത്തെ മിഴികളിൽ നോക്കി നിൽക്കാനാവൂ. ഈ കൃപയായിരിക്കണം ആത്മീയതയിൽ നമ്മളുടെ ഏറ്റവും വലിയ മൂലധനം. ഒരിക്കൽ ക്രിസ്തുവിന്റെ മിഴികളിൽ നോക്കി നിന്നിരുന്ന പീറ്റർ പിന്നീട് ക്രിസ്തു നോക്കുമ്പോൾ മിഴികൾ വലിച്ചിട്ട് പുറത്തേക്ക് പോയിട്ട് കൈപ്പോടുകൂടി കരയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഉണ്ടോ എനിക്ക് ഈ ഒരു ആത്മവിശ്വാസം? അവന്റെ മിഴികളിൽ നോക്കി നിൽക്കാനുള്ള ആത്മവിശ്വാസം. പാപാവസ്ഥ എന്ന് പറയുന്നത് താഴ്വരയാണ്. പാപത്തെക്കുറിച്ചുള്ള നിർവചനങ്ങളിൽ ഏറ്റവും മനോഹരമായ നിർവചനം ഇതാണ്: സിൻ ഈസ് എ ഡിസെൻഡിങ് പ്രോസസ്. സിൻ ഈസ് എ ഡിസെൻഡിങ് പ്രോസസ്. ഓരോ നിമിഷവും താഴ്വാരങ്ങളിലേക്കുള്ള യാത്രയാണ് അവിശുദ്ധി എന്ന് പറയുക. വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ പറയുന്നത് പോലെ വിശുദ്ധി എന്ന് പറയുന്ന ഉന്നതങ്ങളിലേക്കുള്ള തീർത്ഥയാത്രയാണെങ്കിൽ പാപമെന്ന് പറയുന്നത് താഴ്വാരങ്ങളിലേക്കുള്ള യാത്രയാണ്. ഒരു മനുഷ്യന് ഓരോ നിമിഷവും ഇവിടെ നഷ്ടമാകുന്ന അവസ്ഥ. സിൻ ഈസ് എ ഡിസെൻഡിങ് പ്രോസസ്. ആദം നീ എവിടെയാണ്? നമ്മൾ അവനോട് എന്തുത്തരം കൊടുക്കും? പുരാണങ്ങളിൽ ജയാദി എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട്. ഈ മനുഷ്യന്റെ ഭാര്യയുടെ പേര് ദേവയാനി, തോഴിയുടെ പേര് ശർമ്മിഷ്ഠ. ഏതോ ഒരു നിമിഷത്തിൽ തെറ്റായ ചില ബന്ധങ്ങളിൽ ശർമ്മിഷ്ഠയുമായിട്ട് ഈ മനുഷ്യനുണ്ടാകുന്നു. ഇതോടെ ഈ മനുഷ്യന് ജീവനെ നിയന്ത്രിച്ചിരുന്ന മുഴുവൻ മൂല്യങ്ങളിലും മാറ്റം വരികയാണ്. കണ്ടുമുട്ടുന്ന ഓരോ പെൺകുട്ടിയും തനിക്ക് വേണ്ടിയുള്ളതാണെന്ന് ഈ മനുഷ്യൻ സങ്കല്പിച്ചു തുടങ്ങുന്നു. ഒരു മുനി യയാതിയെ ശപിക്കുന്നു. നീ വൃദ്ധനായി പോകട്ടെ എന്ന് പറയുന്നു. ആ നിമിഷത്തിൽ ജരാനരകൾ കടിപ്പെടുന്നു ഈ മനുഷ്യൻ. ഇതോടുകൂടി യയാതി ഈ മുനിയുടെ മുമ്പിൽ കടന്നുകൊണ്ട് കരയുകയാണ്. എനിക്കെന്റെ യൗവനം തിരികെത്താം. ഇനിയും അവസാനിക്കാത്ത ഏതൊക്കെയോ ആസക്തികളുണ്ട്, ഒടുങ്ങാത്ത തൃഷ്ണകളും കാമനകളുമുണ്ട്. എനിക്ക് എന്റെ യൗവനം തിരികെത്താം. മുനി പറഞ്ഞു, ഉവ്വ്, നിനക്ക് നിന്റെ യൗവനം തിരികെ കിട്ടിയേക്കാം. ആരെങ്കിലും ഒരാള് തന്റെ യൗവനം നിനക്ക് നൽകിയിട്ട് ഈ വാർദ്ധക്യം തിരികെ എടുക്കാൻ മനസ്സിനെ സജ്ജമാക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഒരാള് തന്റെ യൗവനം നിനക്ക് തന്നിട്ട് ഈ വാർദ്ധക്യത്തെ എടുക്കാനായിട്ട് മനസ്സിനെ സജ്ജമാക്കുന്നുണ്ടെങ്കിൽ, ജയാദി തന്റെ കൊച്ചുമക്കളെയൊക്കെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, കുഞ്ഞുമക്കളെ, എന്റെ വാർദ്ധക്യം എടുത്തിട്ട് നിങ്ങളുടെ യൗവനം എനിക്കിതാ. എന്റെ വാർദ്ധക്യം എടുത്തിട്ട് നിങ്ങളുടെ യൗവനം എനിക്കിതാ. സിൻ ഈസ് എ ഡിസെൻഡിങ് പ്രോസസ്. ഒരു മനുഷ്യന് എത്തിച്ചേരാവുന്ന വെച്ച് ഏറ്റവും അധമമായൊരിടമാണ്. നമ്മൾ പറയാറുണ്ട്, നമ്മളൊക്കെ ജീവിക്കുന്നത് കൊച്ചുമക്കൾക്ക് വേണ്ടിയാണെന്ന്. എന്നാൽ ഇവിടെ ഒരുവൻ പറയുന്നു, കൊച്ചുമക്കളെ, നിങ്ങളുടെ യൗവനം തന്നിട്ട് അച്ഛന്റെ വാർദ്ധക്യം എടുക്കുക. മനുഷ്യനെ നിയന്ത്രിക്കുന്ന മൂല്യങ്ങളുടെ മുഴുവൻ ചരടുകളും നഷ്ടമാകുന്ന ഒരു താഴ്വരയാണിത്. ആദം നീ എവിടെയാണ്? നൃത്തത്തിൽ നിന്ന് നിങ്ങളെ തടയുന്ന എന്തോ അതാണ് പാപം. സെൻ ഗുരുക്കന്മാർ പറയുന്നു, നൃത്തത്തിൽ നിന്ന് നിങ്ങളെ തടയുന്ന എന്തോ അതാണ് പാപം. ആർക്കാണ് നൃത്തം ചെയ്യാനാവുക? ഉള്ളിൽ ആത്മവിശ്വാസമുള്ളവന്, ഉള്ളിൽ ആനന്ദമുള്ളവന്, ഉള്ളിൽ സംഗീതമുള്ളവന്, ഉള്ളിൽ ഭാരങ്ങളില്ലാത്തവന്, ഉള്ളിൽ കാർമേഘങ്ങളില്ലാത്തവന്, ഇവന് മാത്രമേ നൃത്തം ചവിട്ടാനാവൂ. ദൈവത്തിന് മുമ്പിൽ കണ്ണോട് കണ്ണ് നോക്കി നിൽക്കാനുള്ള കൃപ നമുക്കുണ്ടാവട്ടെ.